അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യൂബ് സെറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാർട്സുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൻ്റേതായ കളർ എല്ലാത്തിൻ്റെയും സൈഡ് കളർ 4 കളറാണുള്ളത്. 1 2 3 4 കളറിൻ്റെയും 4 പീസുകളുണ്ട്. ബാക്കിയുള്ള 4 പീസുകൾ ചെറുതാണ് വരുന്നത്. പിന്നെ കോമ്പിനേഷൻ കളേഴ്സും. അപ്പോൾ ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് ഇതാണ്. കുറച്ചുകൂടി നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ക്യൂബിലിയെന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഹെഡൊന്ന് നമ്മൾ ഊരിയെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ഊരിയെടുക്കുകയാണ്. കാരണം നമുക്ക് സോൾവ് ചെയ്യുന്നതിന് നമുക്കൊന്ന് ചെയ്യുന്നതിനൊന്ന് എളുപ്പമാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം. കുറച്ച് ലൂസാണ്, നമുക്ക് നോക്കാം. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോറിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷനുകൾ നോക്കുകയാണ്. ബ്ലൂ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ ബ്ലൂ വരുന്നുണ്ട്, ഇതിന് ബ്ലൂ വരുന്നില്ല, ഇവിടെയും ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 സൈഡ് ബ്ലൂ ആവാനാണ് ചാൻസ്. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ ബ്ലൂ ആവാനാണ് ചാൻസ്. ഇങ്ങനെ ബ്ലൂ ആകുമ്പം ഇവിടെയുള്ള പീസ് ഇവിടെ ബ്ലൂ, 2 സൈഡും ബ്ലൂ ആണ്. ഇവിടെ ബ്ലൂ അല്ല വരുന്നത്. ഇത് രണ്ടും ബ്ലൂ ആകുമ്പോൾ ഇതായിരിക്കും ചാൻസ്. ഈ ഒരു പീസ് ഇങ്ങനെ മാച്ചായി കിടന്നാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂബ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യൂബ് നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് അപ്പോൾ നമുക്ക് ഇതും കൂടി നോക്കാം. ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെയും റെഡ് ആവാനാണ് ചാൻസ്. റെഡും ഇവിടെ ബ്ലൂ. ഓക്കെ, അപ്പോൾ റെഡും ഇവിടെ ഒരു റെഡ് പീസ് നമുക്ക് സെറ്റ് ചെയ്യാം. ട്വിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, റെഡ് നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനി നമ്മളിവിടുന്ന് ഒരു പീസ് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരേണ്ടത് ഇവിടെ ഗ്രീൻ വരും, ഇവിടെ ബ്ലൂ വരും. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ നമ്മുടെ സൈഡ് പീസ് നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ബ്ലൂ, ഇവിടെ ഗ്രീൻ, റെഡ്, ബ്ലൂ. ഈ ഒരു പീസ് ആയിരിക്കും. ഈ ഒരു പീസ് ഇവിടെ കയറി വരും. ഓക്കെ, ഇനി ഇവിടെ ബ്ലൂ ആയിരിക്കും, ഫുൾ ബ്ലൂ. ട്വിസ്റ്റായിപ്പോയി. നമുക്കിതിനെ തല തിരിഞ്ഞിട്ട് വേണം. ഓക്കെ, ഇപ്പോൾ ഈ കോർണർ നമുക്ക് സെറ്റായി കിട്ടി. ഇനി ഇവിടെ ഒരു ബ്ലൂ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ സെൻറ്റർ പീസ് ഒന്ന് ചെയ്ത് വെച്ച് നോക്കാം. ഈ ഒരു പീസ് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബ്ലൂ വരും. ഓക്കെ, അതാണ് മിസ്റ്റേക്ക്. നമ്മൾ പക്ക സെൻറ്റർ പീസിനെ നമ്മൾ തഴഞ്ഞു, അതാണ് പ്രശ്നം പറ്റിയത്. ഇനി നമുക്ക് ഈ സൈഡ് പീസ് ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഇവിടെ റെഡും ഇവിടെ റെഡും ഇങ്ങനെ റെഡ് വരും, ഇവിടെ യെല്ലോ വരും. ഓക്കെ, ഇപ്പോൾ റെഡാണ് നമുക്ക് വേണ്ടത്. റെഡ് നമ്മളിവിടെ മാച്ച് ചെയ്യിക്കുന്നു. ഈ ഒരു കോമ്പിനേഷനിൽ വേണം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ റെഡ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കോർണറിൽ ഒരു റെഡിൻ്റെ ഒരു പീസ് വരും. ഇവിടെ റെഡ് തന്നെയാണ് വരുന്നത്, നേരെ തിരിച്ചു വരും. ഓക്കെ, ഇനി ഇവിടെ റെഡ്, ബ്ലൂ, യെല്ലോ, റെഡ്, ബ്ലൂ, യെല്ലോ. ഓക്കെ, ഇവിടെ യെല്ലോ വരും, യെല്ലോ പീസ്. ഓക്കെ, നമ്മൾ രണ്ട് ലെയർ സോൾവ് ആയി കിട്ടി. ഇനി ഫസ്റ്റ് ലെയർ
സെക്കൻഡ് ലെയർ സോൾവ് ആയി കിട്ടി. ഇനി ഇവിടെ നമ്മൾ കളർ അനുസരിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ അഴിച്ചു വെച്ച പീസ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പം യെല്ലോ ഓക്കെ. രണ്ടും കൂടി വെച്ചാലോ അത് സെറ്റാവുള്ളൂ. ഇപ്പോൾ ഇവിടെ യെല്ലോ, ഇവിടെ ഗ്രീൻ, ഇവിടെ റെഡ്, ബ്ലൂ. ഓക്കെ, 4 കളർ. അപ്പം ആദ്യം നമുക്ക് യെല്ലോ നമ്മൾ സെറ്റ് ചെയ്യുന്നു. യെല്ലോ പീസ് താഴെ പോയി. ഇവിടെ ഒരു യെല്ലോ വരും. എന്താണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളിത് ഊരിയെടുക്കുകയാണ്. ഒന്നും കൂടി ഊരിയെടുത്ത് നമുക്ക് ഈ സ്റ്റാർ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം. ഒന്ന് അഴിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. തുടക്കത്തിൽ നമ്മളിത് അഴിക്കാൻ നോക്കിയിരുന്നു. എന്നാലും ഇതിൻ്റെ ഈ ഒരു ലൂസ് കാരണം നമ്മളത് ഒഴിവാക്കി വെച്ചായിരുന്നു. തൽക്കാലം നമുക്കിത് അഴിച്ചെടുത്തിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കോർണറിൽ നമുക്കൊന്ന് ഒരു പീസ് വെച്ച് നോക്കാം. അപ്പം നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. യെല്ലോ ഇതല്ല പീസ് വരുന്നത്. റെഡ്, ഇവിടെ നമുക്ക് യെല്ലോ കൊടുക്കാം. ഇവിടെയും നമുക്ക് യെല്ലോ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇവിടെയും യെല്ലോ വരും. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇവിടെ ബ്ലൂ നമുക്ക് കോർണർ പീസാണ് വേണ്ടത്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഈ ഒരു പീസ് വരും. അതേപോലെ ഇവിടെയും ഒരു കോർണർ പീസാണ് വരിക. ഓക്കെ, അതും സെറ്റായി. കോർണർ പീസ് സെറ്റായി. ഇനി ഇവിടെ വരേണ്ടത് ഒരു ഗ്രീനിൻ്റെ ഇതും സെൻറ്ററിലാണല്ലോ വരിക അല്ലേ. നമുക്ക് ഇവിടെ ഒരു പീസ് വരുന്നു. അതേപോലെ ഈ സെൻറ്ററിലെ പീസ് നമുക്ക് ഇടാം. സെൻറ്ററിലെ പീസ് ഇടുന്നു. ഇവിടെ ഒരു പീസ് ഇടുന്നു. ഓക്കെ, ഇനി ഈ സെൻറ്ററിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ നമ്മൾ അഴിച്ചു വെച്ച ഈ ഒരു യൂണിറ്റ് ഇടുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രൂവും സ്പ്രിങ്ങും ഇടുന്നു. ജസ്റ്റ് മിസ്. അതെ, എല്ലാം തവിട് പൊടിയായി. എല്ലാം ചെയ്യുന്നു. ഇവിടെ ഈ ഒരു കോർണർ പീസാണ് നമുക്ക് താഴെ പോയത്. അതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു കോർണർ പീസ് നമുക്ക് വരുന്നത് ഇങ്ങനെ യെല്ലോ
ത്രെഡ് ഈ ഒരു രീതിയിൽ. ഇത് ശരിക്കും ഇത് ഇടുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഗ്രീൻ ഇടുന്നു, ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ഓക്കെ, സെറ്റ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഇതിടുമ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു ത്രെഡ് കൂടിയും കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ഗ്രീനും ഇവിടെ യെല്ലോവും കൂടി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമ്മുടെ ക്യൂബ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ഫോണിക്സ് ക്യൂബ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സോൾവ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യൂ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ക്യൂ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.